മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നദ്ധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനുമരുൾ ചെയ്താൻ വക്ഷസിവദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ, കണ്ടോളും ഭയമുണ്ടാം. ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം. വക്ഷസി വക്രം കാലും തലയുമില്ലതാനും. രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചൽ ഭുജമധ്യസ്ഥന്മാരായതു കുമാര. നാം കൽപ്പിതം ധാതാവിനാലെന്താവലതു വരൂ. രാഘവനേവം പറഞ്ഞേടിനൂരനന്തര മാകുലമെന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ. പോരും വ്യാകുലഭാവമെന്തിനി വിചാരിപ്പാൻ, ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം. രക്ഷോ വീരനുമതി വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മഞ്ജു അദ്ഭുതങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരും ഉണ്ടായിരതിൻ കീഴിൽ. അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേൻ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായോരു നാരി പോയതു ഞങ്ങൾ. നായാട്ടിനതു നേരമതി മായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ കാനനം തോറും ഞങ്ങൾ. തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെയതി ഭീഷണ വേഗത്തോടും പണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയ പ്രാണരക്ഷാർത്ഥം ചേരിച്ചേടിനേൻ കരങ്ങളും
ആരടോ വികൃത രൂപം ധരിച്ചോരോ ഭവൻ നേരോടെ പറകുന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും ഇന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനാം നിന്തിരുവടി തന്നെ മുന്നിലാമാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവനം രൂപ യൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരേ ജനമനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോകുന്നാൻ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷദണ്ഡശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കുന്നൾ വനേലുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം ശതമന്നുവിനെ പാഞ്ഞടുത്തേനതിരുഷാശതകോടിയാൽ തലയറുത്തു ശതമഖൻ വജ്രമേറ്റിട്ടും മമ വനേല മരണ മദബ്ജ സംഭവൻ മമ തന്നൊരു വരത്തിനാൽ ബദ്ധനല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനുമുത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനൾ വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം അസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ചക്രാജ്ഞയാ സത്വസഞ്ജയം മമ ഹസ്ത മധ്യസ്ഥമായ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളോ മുത്തമോത്തമ രഘുനായകാദയാനിധേ വന്യയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഫലമാർഗമൊക്കവേ ചൊല്ലിടുവൻ വേദിനി കുഴച്ചതേലിന്ധനങ്ങളും ഇട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചതു സൗമിത്രിയും തത്രേവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്ന് ഉത്ഥിതനായി കാണായി ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാം ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുര ചെയ്തു കോപിത്തൊഴുതു നിന്നു പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദ വിവശനായി കോൽമയിൽ കൊണ്ടു ഗദ്ഗദാക്ഷരപാണികളാം കോമളപാദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ നീടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മാമോഹം അന്തവുമാതിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയവിലക്ഷണം ദൃഗ്രൂപമേക മന്യൽസകാലം ദൃശ്യം ജഡം ദുർഗാഹ്യമനാത്മകമായ
ജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മാനാം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ളൈക്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനോ നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ. ലോകമജ്ഞാനമോഹവചല്ലാരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷനതിസ്ഥൂലം ഭാവനാവിഷയമായൊന്നതു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഏതുനാ മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരൽ പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ. ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നകങ്ങളല്ലോ. 14 ലോകവും നൂനം പാതാളം പാദമൂലം പാർഷിണികൾ മഹാതലം നാഥതേ. ഉൽഫം രസാതലവും തലാതലം ജാനു ജാനുക്കളല്ലോ സുതലം രഘുപതേ. ഓരുകാണ്ഡങ്ങൾ തല്ല തവ വിമലമതലവും ജഘനം മഹീതലം നാഭി തേനഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം. തുണ്ടമായതു ജനലോകമെന്നതു നൂനോ ശംഖദേശം തേ തപോലോകമിങ്ങതിന്മീതെ പങ്കജയോ നിവാസമാക്കിയ സത്യലോകം ഉത്തമാംഗം ദേ. പുരുഷോത്തമ ജഗൽ പ്രഭോ സതമാത്രകമേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതു വന്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ. നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ. അസമായതു മോഹകാരിണി മഹാമായ വാസനാസൃഷ്ടിത്തവാപങ്കമോക്ഷഗണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗ അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷങ്ങൾ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ. സപ്തസാഗരങ്ങൾ നിൻകുക്ഷിദേശങ്ങളല്ലോ. സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വിവീധരങ്ങൾ ഓരസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതസ്സെന്നറിയണം പുഷ്ടമാമയീപതേ. കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം. മുക്തി നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമേ ദൃഗ്രൂപം ചിന്തിച്ചു
വണങ്ങുന്നേ. നിക്കാലമിതിൽ കാലം മുഖ്യയായിരിപ്പോ നിധി കാണാകിയ രൂപമെപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിജിനന്ദം ജാനകീം സലക്ഷണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോ ഭവസമം. മനസ്സേ വസിപ്പതിന്നാലയം ചിന്തിക്കുന്നേൻ ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമഃ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവ് പരബ്രഹ്മോ തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴിപോലെ മൂഢഭന്മാർ ഭവതത്വമെങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മായ മോഹാന്ധകാരേ. രാമഭദ്രായ പരമാത്മനെ നമോ നമ. രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്ര ത്രിസേവ്യ പാഹി മാം ദയാനിധേ. നിന്മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജ വിലോചന സന്തതം നമസ്കാരം ഇത്തമർത്തിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായേന്തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ. ഗന്ധർവ ശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗേന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലെടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാനി സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാം നിനക്കഥപ്പതനമിനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ. മുമ്പിലാമാറും കാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി. തൊൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു മുക്തിയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലുമവളവനി സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാകിൽ. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞൂരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാവനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകമ്പുക്കാർ സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാം സമ്പദിച്ചിതു പാദാംഭോരോഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദ ഉൾക്കൊണ്ടു പാദ്യാർഘ്യസനാദികളാലെ പൂജിച്ചു കൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ പൂജയും
പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ, ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം. നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോട് ചൊന്നാരവരേതുമേ ഖേദിയാതെ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസപദാർത്ഥമായി. നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും ഇവിടേക്കു രാഘവനെന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നോനും വന്നതിവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടു കൊൽവാൻ ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നില്ലല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടധികാരണിയല്ലയല്ലോ. വാഗ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണ കോപ്പി സ്തുതിച്ചു കൊള്ളുവാനുമിങ്ങുൾക്കമലത്തിൽ അറിയപ്പോകാ ദയാനിധേ. രാഘവൻ അതു കേട്ടു ശബരിയോടു ചൊന്നാനാകുലം. കൂടാതെ ഞാൻ പറയുന്നതു കേൾവി, പുരുഷ സ്ത്രീ ജാതിനാമാശ്രമാദികളെല്ലാം കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദിതബോധന വേദാധ്യയന ക്ഷേത്രോപവാസയാഗ്യാദി അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ. ഭക്തി ഒഴിഞ്ഞൊന്നു കൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവൻ ഉത്തമേ കേട്ടുകൊള്ളുക. മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഗമം. പിന്നെ മൽകഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണേരണം. പിന്നെ മധ്വജോ വാക്യാതൃത്വം. മൽക്കലാജാതാചാര്യോപാസനമഞ്ചാമതും പുണ്യശീലത്വം. യമനിയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാരാമതും. മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും. മംഗളശീല കെട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാമൽ ഭക്തന്മാരിൽ പാരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കേളൊമ്പതാമതുഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലമാദിസാധനം നൂനം ഉക്തമായൊരു ഭക്തി സാധനം നവവിധ. മുത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ച തിരിയജ്ഞോ നിജങ്ങൾക്കെന്നാകിലും മൂഢമാരം. നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ
വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവ സിദ്ധനായാൽ മുക്തിയും വരും. തത്ര ജന്മനിമർത്യനുത്തമതബോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാക കൊണ്ടുകാണായി വന്നിതു തവ മുക്തിയുമൊടൊത്തിതു നിനക്കുത ബോധനേ. ജാനകി മാർഗമറിഞ്ഞിടിൽ നീ പറയണം. കേനവാനിതാ സീതാമൽ പ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടോരു ശബരിയുമാകുല മകളുമാറാതാരാലുര ചെയ്താൽ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി. സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവാൻ സീതാദേവി ഖേദിച്ചു. ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശാദണ്ഡലർ മകളെ ഞാൻ മുമ്പിലാമാറും. കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗേ. പശ്യപർവതവരമൃശ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ. മാർത്താണ്ഡോത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായനുദിനം. ബാലിക്കു മുനേ ശാപം പേടിച്ചു ചെന്നുകൂടാ. ബാലനം ചെയ്യുക ഭവാൻ വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക. സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽ പാദപങ്കജത്തോടു ചേർന്നു കൊള്ളുവൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവ വേദിർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിത്തമുക്ത ദേവത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലമോ. ഭക്തവത്സലൻ പ്രസാദിക്കേലിന്നവകെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാനകർമാദികളും ദൂരെ ത്യജിച്ചുതൻ ഗുരുനാഥോപദേശ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും. ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനീ ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത്തമേശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കിൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു. രുദ്രാണിയും
പൈകിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാജയിച്ചിരുന്നരുളി ചരിക പൈതലേ ചരുശിലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ ചൊല്ലുവേനെങ്കിലനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയനവരജൻ തന്നോടും പമ്പാസരത്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ട കുളിടിനാൻ കോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൾപുല്ല പത്മകൽ ഹാരകുമുദ നീലോൽഫലമണ്ഡിതം ഹംസകാരണ്ഡവഷപദകോകില ഉക്കുടകോയഷ്ടി സർപ്പസിംഹ വ്യാഘ്രസൂകരസേവിതം പുഷ്പലതാ പരിവേഷ്ടിത പാദപസൽഫലസേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നേടിന കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകബാലബാലന്മാരിരുവരും ദൃശ്യമുഖാദ്രിപാർശ്വസ്ഥലേ സന്തതം വിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരഹം പുറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആദ്യ കലർന്നു നടന്നടുക്കും വിധോ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടു കുടിച്ചു പാനുത്തങ്കമായ ശൈലാഗ്രേറിടിനാൻ മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ ആരേവരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരില്ലേ വിക്രമ മുള്ളവരത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കണ്ട നീ താപസവേഷം ധരിച്ചിരിക്കുന്നത് ശാപവാനാദികത്രങ്ങളുമുണ്ടല്ലോ നീ ഒരു വിപ്രവേശം പൂണ്ടവരോടുമായി സുതജെന്നു ചോദിച്ചറിയണം വക്രനേത്രാലാഭഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിലതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദമന്ദസ്മേര സംജയാ മിത്രമെന്നുള്ളതു എന്നോടു ചൊല്ലണം കർമ്മസാക്ഷി സുരൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാനഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം കഞ്ച വിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നരികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം ദിക്കുകളാത്മഭാസൈവ ശോഭിപ്പിക്കുമർക്കനിശാകരന്മാരെന്നു
തോന്നുന്നു ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി ഭാതി സദ്ദൈവമേ. വിശ്വേകവീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്നീ വിശ്വേക കാരണഭൂതന്മാരായോരോ വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ നോനോ പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂപാലനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാമഹി തലേ വന്നുരാജന്യവേഷേണ പിറന്നൂരു പുണ്യപുരുഷന്മാർ പൂർണ്ണഗുണവാന്മാർ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതോ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം. ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമാമ നിശേഷ ശബ്ദശാസ്ത്രമനനേ ശ്രുതം ഇല്ലൊരവശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടു നിർണയോ മാനവ വീരനും അപ്പോളരുൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കീല ഗോദരം രാമനെന്നുടെ നാമം ദശരഥ ഭൂമി ബാലേന്ദ്ര തനയ നേവൻ മമ സോദരനായ ലക്ഷ്മണൻ കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നോട് ഭാമിനി കൂടവേദാവേ വിയോഗേന കാനന് സീമണി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യേ വധിക്കുന്ന നാളതി ചണ്ഡനായോരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെയൊരിടത്തു നിന്നിവ കണ്ടുകിട്ടേ നിന്നെ നീയാരടോ സഖേ ചൊല്ലിടുവെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ ഭവാദാഗ്രേ വസിക്കുന്നിതത്ര രഘുവതേ മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലിക കഭീശ്വരനുഗ്രനാട്ടെ കളഞ്ഞിടിനാൻ തമ്മിയേ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാജലം സാകേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ ഞാനവൻ തന്നുടെ വൃത്യനായുള്ളോരു വാനരൻ വായുധനയൻ മഹാമതേ. ജടായു ശ്രീരാമനെ സ്തുതിക്കുന്നു. ആ സ്തുതിയെല്ലാം കേട്ട് ശ്രീരാമന് വളരെയധികം സന്തോഷമാവുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറയുന്നു, നിന്നെപ്പോലെ നല്ല ഭക്തന്മാരുടെ സ്ഥാനം എൻ്റെ ഹൃദയത്തിലാണ്, നീ എന്നിലുണ്ടാവും എന്ന് ശ്രീരാമൻ പറയുകയാണ്. അങ്ങനെ ജടായുവിന് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ ജടായുവിന് മോക്ഷം നൽകിയ ശേഷം ശ്രീരാമനും ലക്ഷ്മണനും കൂടെ ദീർഘദൂരം മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. കാട്ടിലൂടെ കൊടും വനത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ഈ സമയത്ത് ഒരു ഭീമാകാരമായിട്ടുള്ളൊരു രൂപം ഇവർ കുറേ ദൂരെ നിന്ന് കാണുകയാണ്. ശിരസില്ല, അതേപോലെ തന്നെ നെഞ്ചിലാണ് മുഖത്തിൻ്റെ ഒരു ഭാഗമുള്ളത്, കുക്ഷിയിൽ വായ, അതായത് വയറിൽ വായ, കാലില്ല, കിലോമീറ്ററുകൾ കണക്കിന് നീളമുള്ളതായിരിക്കുന്ന കൈകൾ. ഈ കൈകളിങ്ങനെ മടക്കി വെച്ചതാണ്. ഇദ്ദേഹം ഈ കൈ നൂർത്തിക്കഴിഞ്ഞാൽ മുമ്പ് കാണുന്ന ആൾക്കാർ എത്ര ദൂരമുള്ളതാണെന്ന് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അവരെ പിടിച്ച് ഭുജിച്ച് തിന്നു കളയാം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പണി. അപ്പോൾ ഈ രാക്ഷസ രൂപം, ഘോരമായിട്ടുള്ള രാക്ഷസ രൂപം, ഭീതിജനകമായിട്ടുള്ള രാക്ഷസ രൂപം കണ്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, ലക്ഷ്മണ, അമ്പും വില്ലും എടുത്തോളൂ, കുലച്ചോളൂ. ആ രാക്ഷസൻ്റെ ദക്ഷിണ ഭുജം, അതായത് വലത്തെ കൈ ഞാൻ മുറിച്ചോളാം, വാമഭുജം നീയും ഛേദിച്ചോളൂ എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും അസ്ത്രം എടുക്കുന്നു. ശ്രീരാമൻ അസ്ത്രം എയ്യുന്നു. ഉടനെ അദ്ദേഹത്തിൻ്റെ വലത്തെ ഭുജം കൈ എന്താവുന്നു, ഛേദിക്കപ്പെടുന്നു. ഇടത്തെ ഭാഗത്തെ കൈ ലക്ഷ്മണനും ഛേദിക്കുന്നു. രണ്ടും മുറിഞ്ഞ് താഴെ വീഴുന്നു. ഈ സമയത്ത് ഈ രൂപത്തിനൊരു ബോധമുണ്ടാവുകയാണ്. അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിക്കുന്നു, ശക്തനായിട്ടുള്ള എൻ്റെ കരങ്ങൾ അത്രയും ശക്തിയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കരങ്ങളൊന്നും ഛേദിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അപ്പോൾ അത്രയും ശക്തനായിട്ടുള്ള എൻ്റെ കരങ്ങൾ ഛേദിച്ച നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയും, അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത മകനായിട്ടുള്ള ശ്രീരാമനും അനുജനായിട്ടുള്ള ലക്ഷ്മണനുമാണിത്. ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 14 വർഷം കാനനവാസത്തിന് വേണ്ടി വന്നതാണ്. അതിന് കാരണങ്ങളെല്ലാം പറയും. അപ്പോൾ അതുകൊണ്ട് സീതാദേവിയെ ഇവിടെ നിന്നും നഷ്ടമായിട്ടുണ്ട്. സീതാന്വേഷണത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഈ രൂപം പറയും, ഈ രാക്ഷസൻ പറയും, ഞാൻ കബന്ധൻ എന്ന് പറയുന്നതായ ഒരു രാക്ഷസനാണ്. എനിക്ക് ശാപം കിട്ടിയാണ് ഞാൻ ഈ രൂപത്തിലായത്. അങ്ങനെ ആ ശാപത്തിൻ്റെ കഥ പറയുകയാണ്. ഞാൻ അതീവ സുന്ദരനായ ഒരു ഗന്ധർവനായിരുന്നു. എൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് സുന്ദരിമാരായ തരുണീമണികളോടൊന്നിച്ച് ഉല്ലസിച്ച് നടക്കുമ്പോൾ അഷ്ടാവക്രൻ എന്ന് പറയുന്ന ഒരു സന്യാസിയെ കാണാൻ ഇടയായി. അദ്ദേഹത്തിൻ്റെ രൂപം കണ്ട് ഞാൻ അദ്ദേഹത്തെ വളരെ മോശമായി അപഹസിച്ചു, കളിയാക്കി. ഇതിൽ രോഷം പൂണ്ട അഷ്ടാവക്രൻ എന്നെ ശപിച്ചു. നീ ഒരു രാക്ഷസനായി രൂപാന്തരപ്പെട്ട് പച്ചമാംസം ഭുജിക്കുന്നവനായി പോവട്ടെ എന്ന് ശപിച്ചു. ഈ ശാപമേറ്റ ഞാൻ വളരെയധികം ദുഃഖത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ദയയ്ക്ക് വേണ്ടി യാചിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ശ്രീരാമ അവതാരമായി കാട്ടിലെത്തും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പർശനമേറ്റ് അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ നീ വധിക്കപ്പെടുമ്പോൾ നിനക്ക് മോക്ഷം ഉണ്ടാവുന്നു. അപ്പോൾ മാനുഷരൂപം പൂണ്ട നാരായണനാണ് അങ്ങനെ എനിക്ക് ബോധ്യമാവുന്നു എന്ന് പറയും. അപ്പോൾ ശ്രീരാമൻ ശരി, ശാപമോക്ഷത്തിനുള്ള സമയമായി, ഞങ്ങൾ സീതാ അന്വേഷണത്തിലാണെന്നൊക്കെ വീണ്ടും പറയും. അപ്പോൾ വീണ്ടും ലക്ഷ്മണൻ്റെ ചോദ്യമാണ്, എന്നുവെച്ചാൽ ഈ അഷ്ടാവക്രൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ,
അപ്പോൾ ആ ശാപത്തിൻ്റെ വിഷയം ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കാൻ. എന്താ ഈ അഷ്ടാവക്രൻ ആരാ? അഷ്ടാവക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഹോട മഹർഷിക്ക് സുജാതയിൽ പിറന്ന പുത്രനാണ് ആര്? അഷ്ടാവക്രൻ. കഹോട മഹർഷി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കഹോട മഹർഷി മഹാഭാരതത്തിലൊക്കെ ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള മഹർഷിയാണ് ഈ കഹോട മഹർഷി. അപ്പോൾ അതിൽ സുജാത എന്ന് പറയുന്ന നാരിയിൽ ജനിച്ചതായിരിക്കുന്ന അല്ലെങ്കിൽ ജനിച്ചതായിരിക്കുന്ന പുത്രനാണ് ഈ അഷ്ടാവക്രൻ. ഈ അഷ്ടാവക്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര തർക്കശാസ്ത്ര വിദഗ്ധനാണ്. അങ്ങനെയാണ്, ഭയങ്കര തത്വജ്ഞാനിയാണ്. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എന്താ അച്ഛൻ്റെ വാചകങ്ങളെ അങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് തിരുത്തിയ ആളാണ് അഷ്ടാവക്രൻ. എന്നുവെച്ചാൽ ചില കോമകളും പുള്ളികളും എല്ലാം തിരുത്തി. അപ്പോൾ അതങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ കഹോട മഹർഷിക്ക് ദേഷ്യം വന്നു. അയാൾ ശമിച്ചു. വളവും പൊളയും ഇതൊക്കെ പുള്ളിയും ഇതൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ആയിപ്പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ 8 വളവ് ഇദ്ദേഹത്തിന് വന്നതെന്നാണ് പറയുന്നത്. അതാണ് അഷ്ടാവക്രൻ. ഏതായിരുന്നാലും അപാര ബുദ്ധിശാലിയാണ്, ഭയങ്കര തർക്കശാസ്ത്ര വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോപമാണ് ഈ ഇദ്ദേഹത്തിന് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ രാക്ഷസനായിട്ട് ജനിക്കേണ്ടി വന്നതെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശിരസ്സൊക്കെ ഉണ്ടായിരുന്നു, കൈകളും ശിരസ്സും കാലും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രാക്ഷസനായിട്ടാണ് ജനിച്ചത്. പക്ഷേ ഇദ്ദേഹം രാക്ഷസനാണല്ലോ, അപ്പം പച്ചമാംസമൊക്കെ ഭുജിച്ച് ജീവിക്കുന്ന അതൊരു ധർമ്മമല്ലേ, രാക്ഷസന്മാരെ ധർമ്മമാണല്ലോ. അപ്പോൾ ദേവേന്ദ്രനെ കണ്ടപ്പോൾ ദേവേന്ദ്രൻ നേരെ പാഞ്ഞെടുത്തു. ആര്? ഇദ്ദേഹം. അങ്ങനെ ദേവേന്ദ്രൻ എന്താ വെച്ചാൽ ഇയാളെ ശിരസ്സും കാലും ഒക്കെ അറുത്ത് കളഞ്ഞു. അപ്പോൾ മരിച്ചില്ല, വജ്രായുധം കൊണ്ട് വെട്ടിക്കളഞ്ഞു, തല വെട്ടിക്കളഞ്ഞു, കാലുമൊക്കെ വെട്ടിക്കളഞ്ഞു. പക്ഷെ ഇദ്ദേഹം മരിക്കൂലല്ലോ, കാരണം ശ്രീരാമൻ്റെ കൈകൊണ്ടല്ലേ ഇദ്ദേഹം മരിക്കുള്ളൂ, ഇദ്ദേഹത്തിന് വരം കിട്ടിയതല്ലേ. അങ്ങനെ പിന്നെ മുന്നോട്ട് പോകണ്ടേ. അങ്ങനെ ബ്രഹ്മാവിനെയൊക്കെ പ്രാർത്ഥിച്ചു. അപ്പം ഇന്ദ്രൻ്റെ അനുഗ്രഹത്താലും ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താലും എന്താ വെച്ചാൽ തലയില്ലാത്ത ഒരു ശരീരമായി ദീർഘകാലം നിൽക്കാനും ഭോജനത്തിനായി വയറ്റിൽ ഒരു വായ കൊടുക്കാനും അങ്ങനെയാണ് കബന്ധൻ എന്ന പേര് വന്നതെന്നാ. അങ്ങനെ കബന്ധനായി എന്നാ. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ശാപത്തിൻ്റെ കഥയിരിക്കുന്നത്. അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും അത് കേട്ട സമയത്ത് അപ്പോൾ ഇവർ പറയുകയാണ്, എന്താ പറയുന്നത്, ശരി അങ്ങേക്ക് മോചനം തരാം, അങ്ങേക്ക് ഇതിൽ നിന്നും മോചനം തരാം, പക്ഷേ സീതാ അന്വേഷണത്തെ ഞങ്ങളെ സഹായിക്കണം. അപ്പം മോക്ഷം ലഭിക്കുകയാണ്. ശ്രീരാമൻ മോക്ഷം നൽകുന്നു. മോക്ഷം ലഭിച്ച ഈ കബന്ധൻ വളരെയധികം സന്തോഷത്തോടു കൂടി ശ്രീരാമനോട് പറയാണ്, കുറേയും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മതംഗ ആശ്രമം കാണാം. മതംഗാശ്രമത്തിൽ ശബരി എന്ന് പറയുന്ന ഒരു തപസ്വിനിയുണ്ട്. ശ്രീരാമനാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ ദർശിക്കാനായി അങ്ങേയറ്റം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തപസ്വിനിയാണ്. ആ തപസ്വിനി പോലെ മാതിരിയിൽ വേറൊരു തപസ്വിനിനെ കാണാൻ കഴിയില്ല. അപ്പോൾ അവിടെ പോയി ആ തപസ്വിനിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ സീതാ അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കും എന്ന് പറയാണ്. അപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാർ ആ ഘോരവനത്തിലൂടെ വീണ്ടും ദീർഘദൂരം നടക്കും. അങ്ങനെ ഒരു ആശ്രമം കാണുന്നു, മതംഗാശ്രമമാണ്. അപ്പോൾ അവിടെ കയറുന്നു. അപ്പോൾ ഈ തപസ്വിനിയായിട്ടുള്ള ശബരിയെ കാണുന്നു. ശബരി ഇവരെ കണ്ട ഉടനെ തന്നെ ഉപചാരങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു.
ഇരിപ്പിടം കൊടുക്കുന്നു. കാലൊക്കെ കഴുകിച്ചു, പൂജകളെല്ലാം ചെയ്തു, ഇരിപ്പിടം കൊടുക്കുന്നു. അങ്ങനെ ഇരിപ്പിടം കൊടുത്തു. ശ്രീരാമനെ ഹരേ രാമ 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 എന്ന് പറഞ്ഞുകൊണ്ട് ജപിക്കുകയാണ്. ആ ഭക്തിയോട് കൂടിയിട്ട്, നിറഞ്ഞ ഭക്തിയോട് കൂടിയിട്ട്, ശ്രീരാമനത് പൂർണ്ണമായും ബോധ്യമാവുന്നുണ്ട്. നിറഞ്ഞ ഭക്തിയോട് കൂടിയിട്ട് ഇവരത് ചെയ്യാണ്. എന്നിട്ട് ശബരി മാതാവ് പറയാണ്, എന്താ പറയുന്നത്, ഈ അങ്ങയെ എങ്ങനെയാണ് ഭജിക്കേണ്ടതെന്നോ പൂജിക്കേണ്ടതെന്നോ എനിക്കറിയില്ല. കാരണം എനിക്ക് ഇത് ചെയ്യാൻ പാടുണ്ടോ എന്ന് തന്നെ അറിയില്ല. കാരണം ഞാനൊരു ഹീനജാതിക്കാരിയാണ്. അപ്പം ഹീനജാതിയിലുള്ള എനിക്ക് ഇങ്ങനെ വിഷ്ണു പൂജ ചെയ്യുക അല്ലെങ്കിൽ നാമം ജപം ഇതൊക്കെ പാടുണ്ടോയെന്ന് പോലും അറിയില്ല. എന്നാൽ എൻ്റെ പൂർവികർ പറഞ്ഞു, എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു, എന്താ, അവരെല്ലാം ഈ വൈഷ്ണവ പൂജ മാത്രം ചെയ്തും രാമനാമം ജപിച്ചും ജീവിതം മുഴുവൻ നീക്കിയവരാണ്. പക്ഷേ അവർക്ക് ആ സാഫല്യം, ദേവദർശനത്തിനുള്ള സാഫല്യം ഉണ്ടായിട്ടില്ലെങ്കിലും നീ ശിഷ്ടകാലം, നിൻ്റെ ശേഷിക്കുന്ന എല്ലാ കാലവും ഇവിടെ തന്നെ ഇരുന്ന് ഈ നാമം ഉച്ചരിക്കൂ, നിനക്ക് ദേവദർശനം ഉണ്ടാവും എന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുലത്തിലുള്ള ഒരുപാട് സന്യാസിമാരെ ആര് കൊന്നുപോയി? രാക്ഷസന്മാർ കൊന്നു തള്ളിയിട്ടുണ്ട്, തിന്നുകളഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഭഗവാനോട് പറയാണ്. അപ്പോൾ ഭഗവാൻ അവിടെ പറയാണ്, എന്താ പറയുന്നത്, പുരുഷനെന്നോ സ്ത്രീയെന്നോ എനിക്ക് വകഭേദമില്ല, ജാതിയിൽ പ്രാധാന്യമില്ല, പിന്നെ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന പൂജാരിമാരാവണമെന്നില്ല, വേദങ്ങൾ അറിയുന്നവരാവണമെന്നില്ല, തീർത്ഥസ്നാനാദികൾ ചെയ്തവരായിരിക്കണം എന്നില്ല, തപോധനന്മാരാവണമെന്നില്ല. ഇനിയിപ്പോൾ ഇവരൊക്കെ ആണെങ്കിലും ശരി, എന്താവണം? ചിത്തത്തിൽ നിന്നും ആത്മാർത്ഥമായ ഭക്തിയാണ് ആവശ്യം. അത് നിസ്വാർത്ഥമായിരിക്കണം എന്നുള്ളതാണ്. ധാരാളം യാഗങ്ങളും കർമ്മങ്ങളും പൂജകളും എല്ലാം ചെയ്തു നിസ്വാർത്ഥമായ ഭക്തിയല്ല ലഭിക്കുന്നതെങ്കിൽ അവരിൽ ഞാൻ ഉണ്ടാവില്ല, അവരിൽ ഞാൻ തൃപ്തനായിരിക്കില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. നിർമ്മലമായ ഭക്തി എവിടെയാണോ ഉള്ളത് അവിടെ ഞാനുണ്ടാവും. എനിക്ക് മറ്റു കാഴ്ചകളൊന്നും ആവശ്യമില്ല. എനിക്ക് നൽകേണ്ടത് നിർമ്മലമായ ഭക്തി മാത്രമാണ്. ആ ഭക്തി ആരിൽ നിന്ന് ലഭിക്കുന്നുവോ അവരെന്നിലുണ്ടാവും, അവരിൽ ഞാനുണ്ടാവും. ഇത് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ധാരാളം പൂജാദ്രവ്യങ്ങളും സ്വർണവും സ്വർണകുംഭങ്ങളും കൊടുക്കാൻ കഴിവുള്ളവർക്കൊക്കെ നൽകാം. പക്ഷേ അത് കൊടുക്കുകയാണെങ്കിലും, ഇതൊന്നും കൊടുക്കാൻ കഴിവില്ലാത്തവനാണെങ്കിലും ഹരേ രാമ കൃഷ്ണ എന്ന് ആര് ആത്മാർത്ഥമായി വിളിക്കുന്നുവോ അവരുടെ ഹൃദയത്തിൽ ഞാനുണ്ടാവും, അവരെന്നിലുണ്ടാവും എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വകഭേദമില്ല, ഒരു ജാതിക്കും പ്രാധാന്യമില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. ഉത്തമമായ ഭക്തിയിലൂടെ, നിസ്വാർത്ഥമായ സേവനത്തിലൂടെ മാത്രമേ മുക്തി സംഭവിക്കുകയുള്ളൂ. എന്നെ സേവിക്കാൻ നിസ്വാർത്ഥമായ സേവനം ആവശ്യമാണ്. അതേപോലെ തന്നെ നിർമ്മലമായ ഭക്തിയും. അങ്ങനെ നിസ്വാർത്ഥ സേവനവും നിർമ്മല ഭക്തിയും ഉണ്ടോ, നിങ്ങൾക്ക് മുക്തി ലഭിക്കും. ഇനി മുക്തി ലഭ്യമാകുവാൻ 9 സാധനകളാണ് ഭഗവാൻ ശബരിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ 9 സാധനകൾ ലക്ഷ്മണൻ ഉപദേശിച്ചത് തന്നെയാണ്. അപ്പോൾ അവിടെ പറയുന്നു, എന്താ, സജ്ജന സംഘം,
സജ്ജനങ്ങളുമായിട്ട് കൂട്ടുചേരുക എന്നുള്ളതാണ് ഒരു നിർമ്മലമായ ഭക്തിക്ക് ഏറ്റവും ആവശ്യം. അതായത് ഭക്തിയിലൂടെ മുക്തി ലഭിക്കുവാൻ സജ്ജന സംഘം അനിവാര്യമാണ്. ശ്രീരാമ കഥാ ആലാപം, എൻ്റെ കഥകൾ ആലാപനം ചെയ്യുക, പറയുക, അത് കേൾക്കുക, ഇതെല്ലാം ചെയ്യുന്നത് നല്ലതാണ്. അതായത് നല്ല ഭക്തി വന്നു ചേരും, അവർക്ക് മുക്തി ലഭിക്കും. മൽ ഗുണേരണം, ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിച്ചുകൊണ്ട് പാടുകയും പറയുകയും ചെയ്യുക, വളരെ നല്ലതാണ്. അങ്ങനെയാണ് പറയുന്നത്. മമ വാചക വ്യാഖ്യാനം, എൻ്റെ വാചകങ്ങൾ, ഞാൻ പറയുന്ന വാചകങ്ങൾ വ്യാഖ്യാനപ്പെടുത്തി കൊണ്ടുപോവുക. അതാണല്ലോ രാമാനുജൻ എഴുത്തച്ഛനും അതേപോലെ തന്നെ ധാരാളം കവികളും വാത്മീകി മഹർഷിയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടും ഭഗവാന്റെ വാചകങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടും പോയതാണല്ലോ. നാരായണ അംശമുള്ളതായിരിക്കുന്ന ആചാര്യന്മാരെ, അപ്പോൾ സർവം നാരായണനാണ്, എന്നിൽ നാരായണനുണ്ട്, ഞാൻ നാരായണനിലുണ്ട് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആചാര്യന്മാരുണ്ട്, പണത്തിന് വേണ്ടിയല്ലാത്ത. അത്തരം ആചാര്യന്മാരെ എന്താക്കുക, ആചാര്യ ഉപാസിക്കൽ, അവരൊക്കെ ഉപാസിക്കുക. എന്നുവെച്ചാൽ ഋഷീശ്വരന്മാരെയും അതേപോലെ തന്നെ ആ തരത്തിലുള്ളതായിരിക്കുന്ന നാരായണ ദേവതകളെല്ലാം തന്നെ ഉപാസിക്കുക. നമ്മുടെ ഗുരു ഉപാസന എന്നൊക്കെ പറയുന്നില്ല, നമുക്കൊരു ഉപാസനാമൂർത്തി വേണ്ടേ, അപ്പോൾ അങ്ങനെ ഉപാസിക്കുക. പുണ്യശീലത്വം, പുണ്യങ്ങളുണ്ടാകാൻ വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, ഇത് ശീലമാക്കി മാറ്റുക. ഇതൊരു പ്രാവശ്യം ചെയ്തു, ഞാൻ കുറേ മുമ്പ് ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് ഇന്നത് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് മധുരം നൽകുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. പുണ്യശീലത്വം, വൃദ്ധരായവരെ പരിപാലിക്കുക, അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മധുരം നൽകുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താ, അശരണരായവരെ ശുശ്രൂഷിക്കുക, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക. എന്നുവെച്ചാൽ എവിടെയാണോ സേവനം ഉള്ളത്, എനിക്ക് ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, കിട്ടാൻ വിചാരിക്കാതെ സേവനം ചെയ്യുന്നത്, ആ സേവനം ചെയ്യുന്നവരിൽ ഞാനുണ്ടാവും. 9 ശീലങ്ങളൊരു ശീലമാണത്. അപ്പം പുണ്യശീലത്തെ ഇത് ചെയ്യുന്നതനുസരിച്ച് പുണ്യം കിട്ടും, പുണ്യം ഉണ്ടായി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ എന്നെ പൂജിക്കലാണ്, അതെങ്ങനെ വേണമെങ്കിലും പൂജിക്കുക, നിങ്ങൾക്ക് എന്തെല്ലാം തന്നുകൊണ്ട് വേണമെങ്കിലും പൂജിക്കുക. മാനസപൂജ ആയിരുന്നാലും വളരെ ഭംഗി തന്നെ, പക്ഷേ ഭക്തി വേണം. ഇനി എല്ലാ ഒരുക്കങ്ങളോടും കൂടി എന്നെ പൂജിച്ചോളൂ, എന്നെ പൂജിക്കുകയാണെങ്കിലും ഞാൻ അവരിലുണ്ടാകും. മന്ത്രോപാസകത്വം, എൻ്റെ മന്ത്രങ്ങൾ ഉപാസനാരൂപത്തിൽ അത് ഹൃദിസ്ഥമാക്കുന്നവരിലും ഞാനുണ്ടാവും. സർവ്വതിലും എൻ്റെ ഭാവം കാണൽ, ഇതെല്ലാം അങ്ങനെ ഉണ്ടല്ലോ ഒരു സംഭവം, അതും നാരായണനാണ് ഇതും നാരായണനാണ്, അങ്ങനെ എല്ലാത്തിലും എന്നെ കാണുക എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവുക. ലൗകിക വിരക്തിയോടെ എന്നെ ധ്യാനിക്കൽ, അപ്പം ലൗകികമായിട്ടുള്ള സുഖങ്ങൾ, ആ സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള എന്നെ ധ്യാനിക്കുക. ആ ധ്യാനിക്കുന്നവരിൽ ശ്രീരാമ ധ്യാനിക്കൽ, ഇതെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരിൽ ഞാനുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അതായത് മുക്തി ലഭിക്കാൻ ഈ 9 അവസ്ഥകളും ചെയ്യണം. ആദ്യം എന്താ, സജ്ജന സംഘം, നല്ല ഭക്തിയോടുകൂടി ശ്രീരാമനെ ഭജിച്ച് ഹരേ രാമ 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 എന്ന് ജപിച്ച് സജ്ജന സംഘങ്ങളുണ്ടാവുക. അതിനുശേഷം കഥാശ്രവണങ്ങൾ ചെയ്യുക, അത് ശ്രീരാമ ഭക്തന്മാരെ സേവിക്കുക. അങ്ങനെ ഈ 9 സാധനകളും ചെയ്ത് 9ാമതെത്തുമ്പോഴേക്ക് എന്തായി, പിന്നെ ഈ ലൗകിക ജീവിതങ്ങളെല്ലാം വെടിഞ്ഞ് സർവ്വതിലും നാരായണനാണ്, ശ്രീരാമനാണ്, അതല്ലെങ്കിൽ മഹാവിഷ്ണുവാണ് എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് ലയിക്കുന്നതോടുകൂടി അവർക്ക് മുക്തി സംഭവിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന മുക്തിക്ക് എന്താ, അർഹയായിരിക്കുന്നു ശബരി എന്നാണ് ശ്രീരാമൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണ് ഈ മുക്തിയുള്ളത്. പക്ഷേ വെറും രാമനാമം ജപിച്ചുകൊണ്ട് തന്നെ, ആ ജപം എന്തായിരുന്നു, ഭഗവാനെ ഭജിച്ചത് നിസ്വാർത്ഥമായിട്ടുള്ള ഭജനയായതുകൊണ്ടും, എന്നുവെച്ചാൽ കളങ്കമില്ലാത്ത ഭക്തിയായതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തവരിൽ എങ്ങനെ മുക്തി സംഭവിക്കുന്നുവോ അതേപോലെ നിനക്ക് മുക്തി ലഭിക്കുവാൻ പോകുന്നു എന്ന് ഭഗവാൻ പറയാണ്. അതുകൊണ്ട് സീതാദേവിയെ കൊണ്ടുപോയത് ആരാണ്? അതുകൊണ്ട് നിനക്ക് മുക്തിയെല്ലാം ലഭിച്ചിരിക്കുന്നു.
അതുകൊണ്ട് ഇനി പറഞ്ഞോളൂ, ഇങ്ങനെ ശ്രീരാമലക്ഷ്മണന്മാരാണ്, സീതാന്വേഷണത്തിലാണ് ഞങ്ങൾ, അതുകൊണ്ട് സീതാദേവിയെ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോളൂ എന്ന് പറയാണ്. ശബരി പറയുന്നു, എല്ലാം അറിയുന്ന അങ്ങയോട് അങ്ങ് എന്താണ് ഈ ചോദിക്കുന്നത്? ഇരേഴ് ഉലകത്തിന് ഉടമയാണ്, എല്ലാവരുടെ മനസ്സും അങ്ങയ്ക്ക് വായിക്കാൻ കഴിയും, എന്നിട്ട് അങ്ങ് എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? പക്ഷേ ലോക നന്മയ്ക്ക് വേണ്ടി, അതല്ലെങ്കിൽ ലോകരറിയുന്നതിന് വേണ്ടി അങ്ങപ്പോൾ ഒരു മനുഷ്യരൂപത്തിൽ അവതാരമെടുത്തിട്ട് മനുഷ്യരൂപത്തിൽ ജീവിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന ഒരു ചര്യ എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങയോട് പറയാം എന്ന് പറയുകയാണ്. രാവണൻ എന്ന കാട്ടാളനാണ് സീതാദേവിയെ കൊണ്ടുപോയിട്ടുള്ളത്. ലങ്കാപുരിയിൽ അതീവ ദുഃഖത്തോടുകൂടി അശോകവനിയിൽ ശിംശബ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ് ഇപ്പോൾ സീതാദേവി. കുറച്ച് തെക്കോട്ട് പോയാൽ പമ്പാ സരസ് കാണാം. അതിൻ്റെ മുൻഭാഗത്ത് ഋഷ്യപർവ്വതം, അവിടെ സൂര്യപുത്രനായ സുഗ്രീവനുണ്ട്. സുഗ്രീവന് കുറേ ദുഃഖങ്ങളുണ്ട്. അപ്പം ഋഷ്യമുഖാചലത്തിൽ പോയിട്ട് അവിടെ പിന്നെ പമ്പാസരസിൽ പോയി ആ ഋഷ്യപർവ്വതത്തിൽ സുഗ്രീവനെ കണ്ട് സുഗ്രീവനുമായിട്ട് സംഭാഷണം ചെയ്യാം. സംഭാഷണം ചെയ്യുന്ന സമയത്ത് സുഗ്രീവൻ്റെ കുറേ ദുഃഖങ്ങൾ അങ്ങയോട് പറയും. അങ്ങയോട് അത് പറയുന്ന സമയത്ത് അതിന് അങ്ങ് എന്തുണ്ടാക്കി കൊടുക്കുക? സമാധാനം. സുഗ്രീവനൊരു സമാധാനം ഉണ്ടാക്കി കൊടുക്കുക. സുഗ്രീവൻ അങ്ങയുടെ ദുഃഖങ്ങൾക്ക് സമാധാനമുണ്ടാക്കും. അങ്ങനെ പരസ്പരം സഖ്യമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കി, സ്വാമിയുടെ ദുഃഖത്തെയും ഇല്ലാതാക്കി മുന്നോട്ട് പോകണം എന്ന് പറയുകയാണ്. ഈ ശബരി ശ്രീരാമദേവനോട് പറയുകയാണ്. അപ്പോൾ തെക്കോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് പോയാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളത് പറയാണ്. അങ്ങനെ ശ്രീരാമദേവൻ ഇതെല്ലാം കേട്ട് മനസ്സിന് അല്പം സമാധാനമായി സന്തോഷമായി ഈ ശബരിയെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഭഗവാൻ പ്രസാദിച്ചാൽ ഏത് നീചയാണെങ്കിലും നീചനാണെങ്കിലും ഭഗവാനെ പ്രസാദിപ്പിച്ചാൽ ആ നീചത്വത്തിൽ നിന്നും മുക്തി നേടി എന്നുവെച്ചാൽ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ജാതിയോ അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളോ ഒന്നുമല്ല ആവശ്യം യഥാർത്ഥ ഭക്തിയാണ്. എല്ലാവർക്കും ശ്രീരാമൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കഥനം ഇവിടെ പര്യവസാനിക്കുന്നു. കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക.